പ്രിയമുള്ളവരെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി എന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കുകയും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ സ്വീകരിക്കുകയും ചെയ്ത പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരു പുതിയ വർഷം 2025 ഞാൻ ആശംസിക്കുന്നു. 2024 ദൈവം നമ്മെ വളരെ അനുഗ്രഹത്തോടുകൂടെ നടത്തിയെങ്കിൽ 2025 നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായി നാം പ്രവർത്തിക്കേണ്ട, ദൈവത്തെ സ്നേഹിക്കേണ്ട ഒരു വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. മിക്ക പ്രസംഗങ്ങളും ഞാൻ വീക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ വേണ്ടതായ സന്ദേശങ്ങളാണ്. പലപ്പോഴും പല പ്രസംഗങ്ങളും മോട്ടിവേഷണൽ പ്രസംഗങ്ങളായിട്ട് തോന്നാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് എന്താണ് പറയുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത് നാം നമ്മുടെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെയും പൂർണ്ണ ആത്മാവോടെയും പൂർണ്ണ മനസ്സോടെയും നാം സ്നേഹിക്കണം, സേവിക്കണം എന്നുള്ളതാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഏതാണ്ട് അവസാന ഘട്ടം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വളരെ സംഭവ ബഹുലമാണ്. തിബിരിയാസ് കടൽക്കരയിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു പ്രത്യക്ഷമായി അവരുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി യേശു ചെയ്യുന്നുണ്ട്. യേശുവിനെ അവർക്ക് നേരത്തെ പോലെ അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ട് വളരെ നിരാശരായി പത്രോസിൻ്റെ ലീഡർഷിപ്പിൽ അവർ പഴയ തൊഴിലിലേക്ക് ഏകദേശം പോയ ഒരു സന്ദർഭം കർത്താവ് യേശുക്രിസ്തു അവരുടെ അടുക്കിലേക്ക് കടന്നു വന്ന് അവരുടെ ജീവിതത്തിൽ ഒരു മിറക്കിളും കൂടെ, ഒരു അത്ഭുതം കൂടെ പ്രവർത്തിച്ച് താൻ ദൈവപുത്രനാണെന്ന് തെളിയിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ താൻ യേശുവിനെ തള്ളിപ്പറഞ്ഞ നിമിത്തം വളരെ വേദന അനുഭവിക്കുന്ന പത്രോസിനെ യേശു അരികെ വളരെ സ്വകാര്യമായി വിളിച്ചിട്ട് ഇപ്രകാരം ചോദിച്ചു, ഒഫീഷ്യലായിട്ട് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇതേ ചോദ്യം തന്നെ യേശു 2 പ്രാവശ്യം കൂടെ ആവർത്തിച്ച് വ്യത്യസ്തമായ ഒരു വീക്ഷണത്തിൽ യേശു ചോദിപ്പാനിടയായി തീർന്നു. വാസ്തവത്തിൽ യേശു ചോദിക്കുന്നത്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നുള്ളതാണ്. അതിന് കർത്താവ് യേശുക്രിസ്തു പത്രോസിന് കൊടുത്ത മറുപടിയും വളരെ ശ്രദ്ധേയമാണ്. യേശു പറഞ്ഞു, നീ എന്നെ യഥാർത്ഥമായും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് എന്നോട് പ്രിയമുണ്ടെങ്കിൽ നീ എൻ്റെ ആടുകളെ മേയ്ക്കുക. എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വാസ്തവമായിട്ടും നാം ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് തരുന്നതായ ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരു ദൈവിക നിയോഗമാണ്. ഇന്ന് അനേകരും ദൈവിക നിയോഗങ്ങളെ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നില്ല. മറിച്ച് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ മാത്രം പ്രാപിക്കുവാൻ അവർ ആഗ്രഹിക്കുന്നു. പലരും ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു, പ്രാപിക്കുന്നു. എന്നാൽ അവർ ദൈവിക കാര്യങ്ങളിൽ കൃത്യതയോ വിശ്വസ്തതയോ പുലർത്താതിരിക്കുന്നു. അവർ ദൈവിക നിയോഗങ്ങളെ വിശ്വസ്തയോടെ അവർ ചെയ്യുന്നില്ല. എന്നാൽ ഇന്ന് ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ അതേ ഒരു പുതുവർഷ സന്ദേശമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, വാസ്തവമായിട്ടും നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ വചനപ്രകാരം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കും. അതേ ഈ വർഷം 2025 ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വർഷമായി തീരുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. നമുക്ക് ആത്മീയമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മളുടെ സ്വന്തം എഫർട്ട് കൊണ്ടോ കഴിയത്തില്ല. നമ്മെ എപ്പോഴും അതിനായി സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഹൃദയത്തിൽ ഒരാഗ്രഹമുണ്ടെങ്കിൽ, ഹൃദയത്തിൽ ഒരു വാഞ്ച ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായകനായവൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്ന് ആയതിന് നിങ്ങളെ സഹായിക്കും. ഇന്ന് ഈ പുതുവർഷത്തിൽ ഈ ഒരു സന്ദേശം നിങ്ങൾ ഓരോ ദിവസവും ഓർക്കുക. ദൈവത്തെ സ്നേഹിക്കുക, ദൈവകാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കുക. കേവലം അനുഗ്രഹങ്ങൾ വാങ്ങുക മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവ നിയോഗങ്ങൾ അനുസരിക്കുന്നവരും ആയിത്തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരു മനോഹരമായ പുതുവർഷം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന മോർണിംഗ് ഡ്യൂ ശ്രോതാക്കൾക്ക് എൻ്റെ പുതുവർഷ ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ സന്ദേശത്തിനായി സ്തോത്രം. കർത്താവേ, 2024 എന്ന വർഷം ഞങ്ങളെ വിട്ടുമാറി 2025 എന്ന ആ പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. ദൈവമേ, നിൻ്റെ സാന്നിധ്യവും നിൻ്റെ സഹായവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്ന് മാത്രമല്ല, ഞങ്ങൾ കേട്ടതുപോലെ ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുവാനും ദൈവ നിയോഗങ്ങളെ അനുസരിപ്പാനും എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
എല്ലാവർക്കും നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു ആൾ.